ഇന്നത്തെ നമ്മുടെ റെസിപ്പി ചെമ്മീൻ ഫ്രൈഡ് റൈസിൻ്റെ റെസിപ്പിയാണ്. നല്ല എളുപ്പത്തിൽ നല്ല ടേസ്റ്റി ആയിട്ട് റെസ്റ്റോറൻറ്റിൽ നിന്നൊക്കെ കഴിക്കുന്ന അതേ ടേസ്റ്റിൽ തന്നെ നമുക്ക് വീട്ടിൽ എങ്ങനെയാണ് ചെമ്മീൻ ഫ്രൈഡ് റൈസ് ഉണ്ടാക്കുന്നത് നോക്കാം. ഇങ്ങനെ നമ്മൾ ചെമ്മീൻ ഫ്രൈഡ് റൈസ് ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് റെസ്റ്റോറൻറ്റിൽ നിന്ന് കഴിക്കുന്ന അതേ ടേസ്റ്റ് തന്നെ കിട്ടും. അപ്പോൾ നമുക്ക് നോക്കാം ഇതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന്. അതിനുവേണ്ടി ഞാനിപ്പോൾ ഇവിടെ 2 കപ്പ് ബസ്മതി റൈസ് എടുത്തിട്ടുണ്ട്. ഇത് നമ്മൾ നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം 20 മിനിറ്റ് സോക്ക് ചെയ്യാൻ വേണ്ടി വെക്കണം. സോക്ക് ചെയ്തതിന് ശേഷം നമ്മൾ കഴുകി വൃത്തിയാക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ അരി പൊടിഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് നമ്മൾ ആദ്യം തന്നെ കഴുകി വൃത്തിയാക്കിയിട്ട് എടുക്കാം. പിന്നെ നമ്മളിത് 20 മിനിറ്റ് മാത്രം സോക്ക് ചെയ്യാൻ വേണ്ടി വെക്കാം. ഒരുപാട് സമയം നമ്മൾ സോക്ക് ചെയ്യാൻ വേണ്ടി വെക്കരുത്. റൈസ് വേവിക്കുമ്പോൾ ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചാലുള്ളൂ നമുക്ക് ഫ്രൈഡ് റൈസ് പെർഫെക്റ്റ് ആയിട്ട് കിട്ടുള്ളൂ. ഇനി നമ്മൾ കുറച്ചധികം വെള്ളം വെച്ച് തിളപ്പിച്ച് അതിലേക്ക് ആവശ്യത്തിലുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ ലെമൺ ജ്യൂസ് ഒഴിച്ചു കൊടുക്കുക. ഇത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കുക. ഇപ്പോൾ നമ്മുടെ വെള്ളം ഇവിടെ തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് റൈസ് ഇട്ട് കൊടുക്കാം. നമ്മൾ 20 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം വെള്ളമൊക്കെ പോകാൻ വേണ്ടി ഒരു സ്ട്രെയിനറിലിട്ട് വെച്ചതായിരുന്നു. ഈ റൈസ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഈ റൈസ് നമ്മൾ ഒരുപാടൊന്നും വേവിച്ചെടുക്കരുത്. 7-8 മിനിറ്റ് മാത്രം നമ്മളിത് വേവിച്ചെടുത്താൽ മതി. ഒരു 7-8 മിനിറ്റ് ആകുമ്പോഴത്തേക്ക് തന്നെ നമ്മുടെ റൈസ് ആവശ്യത്തിനുള്ള വേവായിട്ടുണ്ടാവും. റൈസ് ഒരുപാട് വെന്ത് പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഫ്രൈഡ് റൈസ് ശരിയായിട്ട് കിട്ടില്ല. അപ്പോൾ നമ്മൾ ഫ്രൈഡ് റൈസ് ഉണ്ടാക്കുമ്പോൾ എപ്പോഴും റൈസിൻ്റെ വേവൊന്ന് ശ്രദ്ധിക്കാം. 7-8 മിനിറ്റ് ആകുമ്പോഴത്തേക്ക് തന്നെ നമ്മളെ റൈസ് വെന്തിട്ടുണ്ടാവും. ഇപ്പോൾ ഇവിടെ 7 മിനിറ്റ് ആയിട്ടുണ്ട്. ഞാൻ ഈ റൈസ് ഊറ്റിയെടുക്കുകയാണ്. ഇപ്പം ഞാനിപ്പോൾ ഇവിടെ റൈസൊക്കെ ഊറ്റിയെടുത്തിട്ടുണ്ട്. ഇതിനി നമ്മൾ പെട്ടെന്ന് തന്നെ ഒരു പരന്ന പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കണം. ഇതിൽ തന്നെ വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിൽ കിടന്നിട്ട് റൈസ് വേവാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മൾ പരന്ന പാത്രത്തിലേക്ക് ഇത് മാറ്റി കൊടുക്കാം. പെട്ടെന്ന് തന്നെ തണയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇതുപോലുള്ള പരന്ന പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കുന്നത്. ഫാനിൻ്റെ താഴെ വെക്കാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ ഇത് തണഞ്ഞ് കിട്ടും. ഇനി ഇതിലേക്ക് കുറച്ച് ബട്ടർ ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ 2 പീസ് ബട്ടർ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇങ്ങനെ നമ്മൾ ഫ്രൈഡ് റൈസിൻ്റെ റൈസിൽ ചെയ്യാമെന്നുണ്ടെങ്കിൽ നല്ലൊരു ടേസ്റ്റായിരിക്കും നമ്മളെ ഫ്രൈഡ് റൈസിന് കിട്ടുക. അപ്പോൾ ഇതെന്തായാലും എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കാം. ഇനി നമുക്ക് ചെമ്മീൻ മാരിനേറ്റ് ചെയ്യാൻ വേണ്ടി വെക്കണം. അതിനുവേണ്ടി ഞാനിപ്പോൾ ഇവിടെ ഒരു 20-25 ചെമ്മീൻ എടുത്തിട്ടുണ്ട്. മീഡിയം സൈസ് ചെമ്മീനാണ് ഞാനിവിടെ എടുത്തത്. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ സോയാ സോസ് ഒഴിച്ച് കൊടുക്കുക. 1 ടീസ്പൂൺ കോൺഫ്ലോർ ചേർത്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് ഗാർലിക് പൗഡർ ചേർത്ത് കൊടുക്കണം. ഞാനിപ്പോൾ ഇവിടെ 1/2 ടീസ്പൂൺ ഗാർലിക് പൗഡർ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നമ്മുടെ കയ്യിൽ ഗാർലിക് പൗഡർ ഇല്ലയെന്നുണ്ടെങ്കിൽ ഇതിലേക്ക് ഗാർലിക് പേസ്റ്റ് ചേർത്ത് കൊടുത്താലും മതി. ഇഞ്ചിയുടെ പേസ്റ്റ് ഇതിലേക്ക് ആവശ്യമില്ല. ഇനി നമ്മളിതിലേക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. സോയാ സോസിലൊക്കെ ഉപ്പുള്ളത് കൊണ്ട് നമ്മളിതിലേക്ക് വളരെ കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുത്താൽ മതി. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് നമുക്കിത് മാറ്റി വെക്കാം. നമ്മളിതിലേക്ക് മഞ്ഞൾപ്പൊടി, മുളക് പൊടി അങ്ങനത്തെ പൊടികളൊന്നും ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ. ഇങ്ങനെ തന്നെ ചെയ്യുമ്പോൾ തന്നെ നല്ല ടേസ്റ്റ് തന്നെയാണ് നമ്മളെ ഫ്രൈഡ് റൈസിന് കിട്ടുക. ഈ ചെമ്മീൻ നമുക്കിനി കുറച്ച് സമയം മാറ്റി വെക്കാം. ഇനി നമുക്കൊരു പാൻ വെച്ച് ചൂടാക്കിയിട്ട് മുട്ട വറുത്തെടുക്കാം. അതിനുവേണ്ടി ഒരു 1/2 ടീസ്പൂൺ ഓയിൽ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ നമ്മളിതിലേക്ക് ഒഴിക്കരുത്. വെജിറ്റബിൾ ഓയിലോ അല്ലെങ്കിൽ സൺഫ്ലവർ ഓയിലോ മാത്രം ഒഴിക്കാം. ഇനി ഇതിലേക്ക് ഒരു മുട്ട ഇതുപോലെ ചേർത്ത് കൊടുക്കാം. മുട്ട നമ്മൾ ഇതുപോലെ ഒന്ന് ചെയ്ത് കൊടുക്കാം. ഒന്ന് ജസ്റ്റ് ഒന്ന് ആയി വരുമ്പോൾ നമുക്കിതൊന്ന് ചിക്കി പൊരിച്ചെടുക്കാം. ഇതുപോലെ ഒന്ന് ചിക്കി എടുക്കാം. ഒന്ന് ഡ്രൈ ആക്കി എടുക്കാം. ഇപ്പോൾ നമ്മുടെ മുട്ട ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റി വെക്കാം. ഇനി ഈ പാനിലേക്ക് തന്നെ നമ്മൾ കുറച്ചുകൂടെ ഓയിൽ ഒഴിച്ച് കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ ഓയിൽ ഇതിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ചെമ്മീൻ വറുത്തെടുക്കാം. ചെമ്മീൻ ഇതുപോലെ ഓരോന്നായിട്ട് നമുക്ക് പാനിലേക്ക് ഇട്ട് കൊടുക്കാം. എല്ലാം കൂടെ ഒരുമിച്ച് നമ്മളിതിലേക്ക് ഇടരുത്. ഇങ്ങനെ നമ്മൾ ചെമ്മീൻ ഫ്രൈഡ് റൈസ് ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ലൊരു ടേസ്റ്റ് തന്നെയാണ്. നമ്മൾ റെസ്റ്റോറൻറ്റിൽ നിന്ന് കഴിക്കുന്ന അതേ ടേസ്റ്റ് തന്നെ നമുക്ക് കിട്ടും. ഇനി നമുക്കിതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. ഒരുപാട് സമയമൊന്നും നമ്മൾ ചെമ്മീൻ വേവിച്ചെടുക്കേണ്ട ആവശ്യമില്ല. ഒരു 5-6 മിനിറ്റ് ചെമ്മീനൊന്ന് ജസ്റ്റ് ഒന്ന് വേവിച്ചെടുത്താൽ മതി. അപ്പോൾ തന്നെ നമുക്ക് ചെമ്മീൻ വെന്ത് കിട്ടും.
ഇപ്പോൾ നമ്മുടെ ചെമ്മീൻ ഇവിടെ ആവശ്യത്തിന് വെന്തിട്ടുണ്ട്. ഇനി നമുക്കിത് എണ്ണയിൽ നിന്ന് മാറ്റാം. ഇനി നമുക്കിതുപോലുള്ളൊരു പാത്രം വെച്ച് ചൂടാക്കിയിട്ട് അതിലേക്ക് 1 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി ഇതുപോലെ ചെറുതായിട്ട് ചോപ്പ് ചെയ്ത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. ഇത് ഇനി ഇതിലേക്ക് ബീൻസ് ചെറുതായിട്ട് ഇതുപോലെ ചോപ്പ് ചെയ്ത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഒന്ന് സോട്ട് ചെയ്തെടുക്കുക. ഇത് ബീൻസിനാണ് ഏറ്റവും കൂടുതൽ വേവുള്ളത്, അതുകൊണ്ട് ആദ്യം ബീൻസ് ഇട്ട് കൊടുക്കുക. ഇനി ഇതിലേക്ക് ക്യാരറ്റ് ഇട്ട് കൊടുക്കുക. ഒരു 1/2 കപ്പ് ക്യാരറ്റും 1/2 കപ്പ് ബീൻസുമാണ് ഞാനിപ്പോൾ ഇവിടെ എടുത്തത്. നമ്മൾ വെജിറ്റബിളൊക്കെ വളരെ കുറച്ച് സമയം മാത്രം വേവിച്ചെടുത്താൽ മതി. ഒന്ന് ജസ്റ്റ് ഒന്ന് അങ്ങ് വെന്ത് കിട്ടിയാൽ മതി. ഇനി ഇതിലേക്ക് ക്യാപ്സിക്കം ചേർത്ത് കൊടുക്കുക. ഗ്രീൻ കളറുള്ള ക്യാപ്സിക്കമാണ്. ഇതുപോലെ ചെറുതായിട്ട് ചോപ്പ് ചെയ്തിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നമ്മുടെ കയ്യിൽ യെല്ലോ കളറും റെഡ് കളറൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതൊക്കെ ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ റെഡ് കളർ ക്യാപ്സിക്കം ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇത് നമ്മൾ 3-4 മിനിറ്റ് ഒന്ന് ജസ്റ്റ് ഒന്ന് വഴറ്റിയെടുത്താൽ മതി. ഒരുപാട് സമയമൊന്നും നമ്മൾ വെജിറ്റബിൾ വേവിച്ചെടുക്കരുത്. ഫ്രൈഡ് റൈസിലേക്ക് വളരെ കുറച്ച് സമയം മാത്രം നമ്മൾ വെജിറ്റബിൾ ഇതുപോലെ ഒന്ന് ജസ്റ്റ് വഴറ്റിയെടുത്താൽ മതി. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഒന്ന് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് യോജിപ്പിക്കുക. അജിനോമോട്ടോ ചേർക്കുന്നതുകൊണ്ടാണ് നമ്മൾ റെസ്റ്റോറൻറ്റിൽ നിന്നൊക്കെ കഴിക്കുമ്പോൾ ഫ്രൈഡ് റൈസിന് ഒരു പ്രത്യേക ടേസ്റ്റ് കിട്ടുന്നത്. ഞാനിപ്പോൾ ഇതിലേക്ക് അത് ചേർക്കുന്നില്ല. നമുക്കിതിലേക്ക് അതിന് പകരമായിട്ട് മാഗി ക്യൂബ് ചേർത്ത് കൊടുക്കാം. 1 മാഗി ക്യൂബ് ഇതിലേക്ക് ഒന്ന് ക്രഷ് ചെയ്ത് ചേർത്ത് കൊടുക്കുക. മാഗി ക്യൂബ് ചേർത്തിട്ടുണ്ടെങ്കിൽ നമ്മൾ അജിനോമോട്ടോ ചേർത്തിട്ടില്ലെങ്കിലും നല്ലൊരു ടേസ്റ്റ് തന്നെയാണ് ഫ്രൈഡ് റൈസിന് കിട്ടുക. ഇനി ഇതിലേക്ക് നമുക്ക് റൈസ് ചേർത്ത് കൊടുക്കാം. നമ്മൾ വേവിച്ച് വെച്ച റൈസ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അതുപോലെ പതുക്കെ ഒന്ന് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. റൈസ് ഫുള്ളായിട്ട് ഞാനിപ്പോൾ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഒന്ന് പതുക്കെ ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ സോയാ സോസ് ചേർത്ത് കൊടുക്കുക. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഇനി ഇതിലേക്ക് 1/2 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുക. കുരുമുളക് പൊടിയൊക്കെ നമ്മുടെ ടേസ്റ്റ് അനുസരിച്ച് ചേർക്കുക. ഇനി നമുക്കിതിലേക്ക് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ച ചെമ്മീൻ ചേർത്ത് കൊടുക്കുക. നമ്മൾ വറുത്ത് വെച്ച മുട്ട ഇതുപോലെ ചേർത്ത് കൊടുക്കുക. ഇനി ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. നമുക്ക് പാത്രം എടുത്തിട്ട് ഇതുപോലെ ചെയ്യാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ചെയ്യാം. അപ്പോൾ നമ്മുടെ റൈസൊന്നും പൊടിഞ്ഞു പോവാതെ കിട്ടും. നമുക്ക് പറ്റുകയാണെങ്കിൽ ഇതുപോലെ തന്നെ ചെയ്യാം. ഇപ്പോൾ നമ്മുടെ ഫ്രൈഡ് റൈസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ മേലെ സ്പ്രിംഗ് ഓണിയൻ ഇതുപോലെ ഇട്ട് കൊടുക്കാം. ഒന്നുകൂടെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള റെസ്റ്റോറൻറ്റിൽ നിന്നൊക്കെ കഴിക്കുന്ന അതേ ടേസ്റ്റിലുള്ള ഫ്രൈഡ് റൈസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതുപോലെ നിങ്ങൾ ഫ്രൈഡ് റൈസ് ഉണ്ടാക്കി നോക്കുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. അപ്പോൾ എന്തായാലും ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കാം. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. താങ്ക്